നമസ്കാരം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിലൂടെ കണക്ടിവിറ്റി സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടിരുന്ന റെയിൽവേ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇന്ത്യ. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും തൊഴിലാളികളുടെ സുരക്ഷാ പ്രശ്നങ്ങളും മുൻനിർത്തിയാണ് ഈ തീരുമാനം. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന അഖൗറ അഗർത്തല റെയിൽ ലിങ്ക്, ഖുൽന മൊംഗ്ല റെയിൽ ലിങ്ക് തുടങ്ങിയ പ്രധാന പദ്ധതികളെ ഈ തീരുമാനം ബാധിക്കാൻ സാധ്യതയുമുണ്ട്. ധാക്ക, ടോങ്കി, ജോയ് ദേവ്പൂർ റെയിൽ വിപുലീകരണ പദ്ധതി ഉൾപ്പെടെ ഏതാണ്ട് 5000 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികളെയാണ് ഈ നീക്കം ബാധിക്കുക. ആസൂത്രണം ചെയ്തിരുന്ന മറ്റ് 5 പദ്ധതികളും നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെ മേഖലയിലെ സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാൻ ബദൽ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം മോശമാകുകയും രാജ്യത്തെ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കുമിടയിലാണ് ഇന്ത്യയുടെ ഈ നീക്കം. പ്രത്യേകിച്ചും മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യ വിരുദ്ധ ശബ്ദങ്ങൾ ശക്തിപ്പെടുകയും പാകിസ്ഥാനുമായും ചൈനയുമായും അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധം ശക്തമാകുന്നതിൻ്റെ സൂചന നൽകിക്കൊണ്ട് ഏപ്രിൽ 17 ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ സെക്രട്ടറിമാർ ധാക്കയിൽ ചർച്ചകൾ നടത്തിയിരുന്നു. 15 വർഷത്തിനിടെ ഇതാദ്യമായിട്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടത്തിയത്. വ്യാപാരം, സാമ്പത്തിക സഹകരണം, പ്രാദേശിക വിഷയങ്ങൾ, തർക്കങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളിലെ ചർച്ചകൾ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് വിലയിരുത്തുന്നത്. കിഴക്കൻ ബംഗാളിൽ അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പ്രക്ഷോഭമാണ് ഇന്ത്യ പാക് യുദ്ധത്തിലേക്കും അതുവഴി ബംഗ്ലാദേശിന്റെ പിറവിയിലേക്കുമൊക്കെ നയിച്ചത്. 1970 ഡിസംബറിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് അവാമി ലീഗ് വൻ ഭൂരിപക്ഷം നേടി. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായതിൽ അധികം സീറ്റ് നേടിയതോടെ മുജീബുർ റഹ്മാൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകുമെന്ന നിലയിലായി കാര്യങ്ങൾ. ഇത് മനസ്സിലാക്കിയ അന്നത്തെ പാക് പ്രസിഡന്റ് യഹ്യ ഖാൻ പുതിയ സർക്കാർ അധികാരത്തിലേറുന്നത് നീട്ടിവെച്ചു. സമവായ ചർച്ചയിൽ ഫലം കണ്ടതുമില്ല. പിന്നാലെ മുജീബുർ റഹ്മാനെയും സുൽഫിക്കർ അലി ഭൂട്ടോയെയും യഹ്യ ഖാൻ ജയിലിലടച്ചു. മുജീബുർ റഹ്മാനെ ജയിലിലടച്ചതിന് പിന്നാലെ വലിയ പ്രക്ഷോഭമാണ് കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായത്. ഇതിനിടെ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രരാവുകയാണെന്ന് അവാമി ലീഗ് പ്രഖ്യാപിച്ചു. ഇതോടെ പ്രതിഷേധക്കാരെ നേരിടാൻ യഹ്യ ഖാൻ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയച്ചു. ബംഗ്ലാദേശ് യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യം വലിയ വംശഹത്യയാണ് ബംഗ്ലാദേശിൽ നടത്തിയത്. ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ നടന്ന സൈനിക നടപടിയിൽ 5 ലക്ഷത്തിനടുത്ത് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ബംഗ്ലാദേശിന്റെ ദേശീയ പോരാട്ടത്തെ പാക് സൈന്യവും റസാക്കർമാരും ചേർന്ന് അതിക്രൂരമായി നേരിട്ടു. യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായ സേനയായിരുന്നു റസാക്കർമാർ. സൈന്യത്തോട് തോൾ ചേർന്ന് യുദ്ധത്തിൽ ക്രൂരതയുടെ മുഖമായി മാറി റസാക്കർമാർ. കൂട്ടബലാത്സംഗങ്ങളിലും കൊലപാതകങ്ങളിലും പീഡനങ്ങളുമെല്ലാം ഉണ്ടായി. തീവെപ്പും ഉണ്ടായി. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും മതന്യൂനപക്ഷങ്ങളെയും വേട്ടയാടി. ഇക്കാലയളവിൽ 30 ലക്ഷത്തോളം സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ 10,000-കണക്കിന് സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്. പാക് ഭരണകൂടവും കിഴക്കൻ പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ചേരിചേരാ നയമായിരുന്നു തുടക്കത്തിൽ ഇന്ത്യയുടേത്. എന്നാൽ പാകിസ്ഥാന്റെ സൈനിക നടപടിക്ക് പിന്നാലെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹമുണ്ടായി. 1 കോടിയിലേറെ പേർ ഇന്ത്യയിൽ അഭയം തേടി. ഇതോടെയാണ് വിഷയത്തിൽ ഇന്ത്യ പ്രത്യക്ഷമായി ഇടപെട്ടത്. 1971 ഡിസംബർ 3 പാകിസ്ഥാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു. പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തോടെ കളിമാറി. ഇന്ത്യ കളത്തിലിറങ്ങി. പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വളയാൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി
കരസേനാ മേധാവിയായിരുന്ന സാം മനേക് ഷായ്ക്ക് ഉത്തരവ് നൽകി. 13 ദിവസം മാത്രം നീണ്ട യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാന്റെ പരാജയം ദയനീയമായിരുന്നു. അന്നത്തെ പാക് സൈനിക മേധാവി ജനറൽ നിയാസിയും 93,000 പാക് സൈനികരും ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ JS അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങി. പാകിസ്ഥാൻ കീഴടങ്ങിയതോടെ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോളം പഴക്കമുള്ളതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കങ്ങളും പിണക്കങ്ങളും. 5 പതിറ്റാണ്ടിലേറെയായി ഇരു രാജ്യങ്ങളും അകൽച്ചയിലായിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ 2 പതിറ്റാണ്ടിലേറെ നീണ്ട സംഘർഷങ്ങളാണ് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ കലാശിച്ചതും പിന്നാലെ ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമാകുന്നതും. 1971 യുദ്ധം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബന്ധത്തിൽ എല്ലാ കാലവും വലിയ വിള്ളലായിരുന്നു. യുദ്ധം ബംഗ്ലാദേശികൾക്കിടയിൽ ആഴത്തിലുള്ള മുറിവുകൾ അവശേഷിപ്പിച്ചു. യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെയുള്ള ക്രൂരതകൾ തന്നെയായിരുന്നു ബംഗ്ലാദേശിന്റെ മനസ്സിലെ ആ മുറിവിന് കാരണം. പക്ഷേ ഇതെല്ലാം നിഷേധിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ എല്ലാ കാലത്തും സ്വീകരിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിന്റെ ആദ്യകാല നേതാക്കൾ പാകിസ്ഥാനുമായുള്ള ബന്ധം സന്തുലിതമാക്കാൻ ശ്രമിച്ചു. ലാഹോറിൽ നടന്ന 1974 ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോൺഫറൻസ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയടക്കം ചെയ്തിരുന്നു. പക്ഷേ 75 മുജീബിന്റെ കൊലപാതകത്തിനു ശേഷം ബന്ധങ്ങൾ വീണ്ടും വഷളായി. തുടർന്നു വന്ന ബംഗ്ലാദേശ് സർക്കാരുകൾ മതേതരത്വത്തിനും ഇസ്ലാമിക സ്വത്വത്തിനും ഇടയിൽ ചാഞ്ചാടുകയും പാകിസ്ഥാനുമായുള്ള ബന്ധം സങ്കീർണമാക്കുകയും ചെയ്തു. മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തിനു ശേഷം ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയ സിയാവുർ റഹ്മാന്റെയും പാകിസ്ഥാനിലെ ഹുസൈൻ മുഹമ്മദ് എർഷാദിന്റെയും സർക്കാരുകൾക്ക് കീഴിൽ ബന്ധങ്ങൾ സാധാരണ നിലയിലായി. 1980 മുതൽ പാക് ഭരണാധികാരികൾ ബംഗ്ലാദേശിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയും വ്യാപാര സാംസ്കാരിക കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. 1991 മുതൽ 96 വരെയുള്ള ഖലിദ സിയയുടെ ഭരണകാലത്ത് ബന്ധം മോശമായിരുന്നു. 98 ഷെയ്ഖ് ഹസീന പാകിസ്ഥാൻ സന്ദർശിച്ചു. എന്നാൽ 2009 ഹസീന അധികാരത്തിൽ വന്നതിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റമുണ്ടായി. ഏറിയും കുറഞ്ഞു വരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വല്ലാതെ മോശമാകുന്നത് ഹസീനയുടെ കാലഘട്ടത്തിലാണ്. ഹസീന സർക്കാർ പാകിസ്ഥാനുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനോ മെച്ചപ്പെടുത്താനോ ശ്രമിച്ചില്ല. ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് യുദ്ധ കുറ്റവിചാരണകൾ നടത്തുകയും 2016 ജമാഅത്തെ ഇസ്ലാമി നേതാവ് മുദിയുർ റഹ്മാൻ നിസാമിയെ പോലുള്ളവരെ വധിക്കുകയും ചെയ്തു. ഇത് പാകിസ്ഥാൻ അപലപിക്കുകയും ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഭരണകൂടം ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതോടെ സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടാവുകയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധത്തിലെ വഴിത്തിരിവായി. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ കീഴിൽ നയതന്ത്ര സാമ്പത്തിക സൈനിക സഹകരണം മുൻനിർത്തി ഇരു രാജ്യങ്ങളും സഹകരണത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയും ചെയ്തു. ബന്ധം മെച്ചപ്പെടുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കു കപ്പൽ കഴിഞ്ഞ നവംബറിൽ ബംഗ്ലാദേശിന്റെ തെക്കുകിഴക്കൻ തീരത്ത് നങ്കൂരമിട്ടു. പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രതിനിധികൾ ധാക്ക സന്ദർശിച്ചു. ബംഗ്ലാദേശുമായി സൈനിക സഹകരണം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. നീണ്ട 53 വർഷങ്ങൾക്കു ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി നേരിട്ടുള്ള വ്യാപാരം ആരംഭിച്ചു. 2024 ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയിൽ ഉഭയകക്ഷി വ്യാപാരം 27% വർദ്ധിച്ചു. 2025 ഏപ്രിൽ 17 15 വർഷത്തിനിടെ ആദ്യമായി ബംഗ്ലാദേശും പാകിസ്ഥാനും ധാക്കയിൽ വിദേശകാര്യ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായാണ് നീക്കം വിലയിരുത്തപ്പെടുന്നത്. വ്യാപാരം, സാമ്പത്തിക സഹകരണം, പ്രാദേശിക കാര്യങ്ങൾ, ചരിത്രപരമായി പരിഹരിക്കപ്പെടാത്ത തർക്കങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി.
ബംഗ്ലാദേശിൽ കുടുങ്ങിക്കിടക്കുന്ന പാകിസ്ഥാനികളെ തിരിച്ചയക്കൽ, 1970 ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിദേശ സഹായ ഫണ്ടുകളുടെ കൈമാറ്റം എന്നിവയും ചർച്ചയായി. വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളും ചണം, തുണിത്തരങ്ങൾ എന്നീ മേഖലകളിലെ നിക്ഷേപ സാധ്യതകളും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. പാകിസ്ഥാനിൽ നിന്ന് അരി സംഭരിക്കുന്നതിനായി 2025 ജനുവരിയിൽ ഒപ്പുവെച്ച ധാരണാപത്രവും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിഷയമായി. 1971 യുദ്ധത്തിലെ ക്രൂരതകൾക്ക് പാകിസ്ഥാൻ പരസ്യമായി മാപ്പ് പറയണമെന്നും അവിഭക്ത പാകിസ്ഥാന്റെ ആസ്തി വിഹിതമായി $4.52 ബില്യൺ നൽകണമെന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചെങ്കിലും ബംഗ്ലാദേശിന്റെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചില്ല. ബംഗ്ലാദേശ് പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും നേരിട്ടുള്ള കപ്പൽ ഗതാഗത ബന്ധങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനിയായ ഫ്ലൈ ജിന്നയ്ക്ക് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സർവീസ് നടത്താൻ പാകിസ്ഥാൻ അനുമതിയും നൽകി. സാർക്കിന്റെ പുനരുജ്ജീവനവും പ്രാദേശിക സഹകരണവും ചർച്ചയായി. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇസ്ഹാഖ് ധാർ ധാക്ക സന്ദർശിക്കാനും തീരുമാനമായി. 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ പ്രക്ഷോഭവും ഹസീനയെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതയാക്കിയ സാഹചര്യവുമാണ് നിലവിൽ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത്. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഹസീന പുലർത്തിയിരുന്ന ഇന്ത്യ അനുകൂല സമീപനത്തിൽ നിന്ന് അകലം പാലിച്ച് എല്ലാവരോടും സൗഹൃദം എന്ന നയം സ്വീകരിക്കുകയും പാകിസ്ഥാന് മുന്നിൽ വാതിലുകൾ തുറന്നിടുകയുമായിരുന്നു. അവരുടെ വിദേശ നയത്തിലെ മാറ്റമാകട്ടെ മേഖലയിലെ ഭൗമ രാഷ്ട്രീയത്തെ അപ്പാടെ മാറ്റിമറിക്കുന്നതുമായിരുന്നു. ഹസീനയുടെ പുറത്താക്കൽ രാജ്യത്തിൻ്റെ പാകിസ്ഥാൻ വിരുദ്ധ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്തി. അവാമി ലീഗ് രാഷ്ട്രീയ നേട്ടത്തിനായി എല്ലായ്പ്പോഴും 1971 ദുരിത കാലഘട്ടത്തെ ഉയർത്തി കാണിച്ചിരുന്നു. പക്ഷേ യൂനസ് ഭരണകൂടത്തിന് അതിൽ വലിയ താല്പര്യമില്ല. ഹസീനയുടെ പ്രവാസവും അവരെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിൻ്റെ ആവശ്യം ഇന്ത്യ നിരസിച്ചതും അവരുടെ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുകയും ചെയ്തു. മുഹമ്മദ് യൂനസ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെക്കുറിച്ച് പരാമർശിക്കുകയും മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈനയെ ക്ഷണിക്കുകയും ചെയ്തത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി. ഇന്ത്യയാകട്ടെ ബംഗ്ലാദേശിന് നൽകി വന്നിരുന്ന ചരക്ക് കൈമാറ്റ അവകാശങ്ങൾ പിൻവലിച്ചു. പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള നൂൽ ഇറക്കുമതി ബംഗ്ലാദേശ് നിർത്തി. ഇതിന് പിന്നാലെയാണ് റെയിൽ പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്നോക്കം പോകുന്നത്. പ്രാദേശിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി റെയിൽ കണക്ടിവിറ്റി പദ്ധതികൾ ഇന്ത്യ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നിലവിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള എല്ലാ റോഡ്, റെയിൽ പാതകളും ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് ബദലായാണ് ബംഗ്ലാദേശിലൂടെയുള്ള പാതകൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇത് നിർത്തിവെച്ച സാഹചര്യത്തിൽ നേപ്പാളിലൂടെയും ഭൂട്ടാനിലൂടെയും റെയിൽ പാതകൾക്കായി ബദൽ റൂട്ടുകളുടെ സാധ്യതയാണ് ഇന്ത്യ തേടുന്നത്. എന്നാൽ ഇവിടെയും വെല്ലുവിളികളുണ്ട്. ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിലെ ആശങ്കകൾ ലഘൂകരിക്കാൻ ബംഗ്ലാദേശ് കാര്യമായ ശ്രമം നടത്തിയിട്ടില്ല. പകരം പിന്നാലെ അവർ പാകിസ്ഥാനോടും ചൈനയോടും കൂടുതൽ അടുക്കുകയും ചെയ്തു. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള മഞ്ഞുരുക്കം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റി എഴുതിയേക്കാവുന്നതാണ്. ഇരു രാജ്യങ്ങളുമായുള്ള ചൈനയുടെ ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഇത് അവരുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിച്ചേക്കാം. അത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന ഒരു ത്രികക്ഷി കൂട്ടുകെട്ട് രൂപപ്പെടുത്താനുമൊക്കെ സാധ്യതകളേറെ. ഊഷ്മളമാകുന്ന ഈ ബന്ധങ്ങൾ ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ സ്വാധീനത്തിന് ഭീഷണിയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെ ബന്ധിപ്പിക്കുന്ന 20 മുതൽ 22 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ സിലിഗുഡി ഇടനാഴിയെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കെ. അതിനാൽ തന്നെ കരുതലോടെയാണ് ഇന്ത്യ വിഷയത്തിൽ ഇടപെടുന്നതും. നന്ദി.